ഇനി ഒരു വമ്പൻ കാലഘട്ടമാണ് നമുക്കിനി അങ്ങോട്ടേക്ക് വരാനായിട്ട് പോകുന്നത്. ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ഞാൻ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, ഓരോ ടോപ്പിക്കും ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചു പഠിക്കണം. സ്വപ്നത്തെ യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം എന്നും നമ്മളുടെ ഒരു ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തൽ നമ്മളോട് തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം അടുത്ത ഒരു വലിയ നോട്ടിഫിക്കേഷൻ കാലം വരാൻ പോവുകയാണ് അല്ലേ. ഇനി നമുക്ക് LDCയും LGSും പുതിയ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളും ഒക്കെ ആയിട്ട് ഇനി ഒരു വമ്പൻ കാലഘട്ടമാണ് നമുക്കിനി അങ്ങോട്ടേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന പരീക്ഷകളിൽ എല്ലാവരും, എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരും വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് പരീക്ഷകളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ LGS എക്സാമിനേഷൻ, അതുപോലെ തന്നെ നമ്മുടെ LDC പരീക്ഷ. ഇതെന്തായാലും നമുക്ക് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷകളാണ്. അപ്പോൾ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ നമ്മൾ ക്ലാസ്സുകളുടെ ടൈമിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ അവരെപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എങ്ങനെ നമുക്ക് ഈ സിലബസിനെ ഒന്ന് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഒന്ന് പഠിച്ചെടുക്കാം. കാര്യം എപ്പോഴും മറന്നു പോകുന്ന പ്രശ്നമുണ്ട്, GK മറന്നു പോകുന്നു, മാത്സ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെ എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് ഇന്നത്തെ ഈ ഒരു സെഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വരാൻ പോകുന്ന LGS പരീക്ഷ. ആ LGS പരീക്ഷയെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും, ഏതൊക്കെ ടോപ്പിക്കുകൾക്ക് ഞാൻ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം, ഓരോ ടോപ്പിക്കും ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചു പഠിക്കണം എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. പക്ഷേ ഈ സ്വപ്നങ്ങൾ ഉണ്ട്, എനിക്കൊരു സർക്കാർ ജോലി വാങ്ങണം, എനിക്കൊരു സ്ഥിര വരുമാനമുള്ള ഉറപ്പുള്ളൊരു ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമാണ് എന്ന് പറയുന്നതിൽ നിന്നും ഇനി നിങ്ങൾ തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷകളിൽ എൻ്റെ സ്വപ്നം എൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന നിലയിലേക്ക് മാറുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്വപ്നത്തിൽ മാത്രമായി നിൽക്കരുത്. സ്വപ്നത്തെ യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം എന്നും നമ്മളുടെ ഒരു ആവശ്യമാണെന്നുള്ളൊരു ബോധ്യം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തൽ നമ്മളോട് തന്നെ നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതങ്ങനെ തന്നെയാണ്, എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന LGS, LDC തുടങ്ങിയ പരീക്ഷകളെയൊക്കെ പൊതുവെ നമുക്കറിയാം, നമുക്ക് എപ്പോഴും PSC പരീക്ഷകളിലേക്ക് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഒന്നാമതായി വരിക അല്ലേ. പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തു നിന്നായിരിക്കും കുറച്ച് ചോദ്യങ്ങൾ വരിക. പൊതുവിജ്ഞാനം അല്ലേ, പൊതുവിജ്ഞാനമാണ് നമ്മുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങൾ എന്നതും ഒരു കാരണമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരുന്ന ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി അല്ലെ, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഈ പറയുന്നത്, അതായത് കണക്കും മാനസിക ശാസ്ത്രം തുടങ്ങിയിട്ടുണ്ടായിരിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ LDCയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ വരാറുമുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LGS പരീക്ഷയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. LGS പരീക്ഷയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ LGSനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമുക്ക് ആദ്യം അത്യാവശ്യമായി വേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് സിലബസിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധമാണ്. വെറുതെ എവിടെ നിന്നെങ്കിലും തുടങ്ങുക, എവിടെങ്കിലും നിന്നെങ്കിലും അവസാനിപ്പിക്കുക, എങ്ങനെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിലേക്ക് ഒന്ന് മനസ്സിലാക്കി കൊണ്ടുപോവുക, ഇങ്ങനെ ആവരുത് ഒരിക്കലും. ഒരു കേരള PSC പോലെയുള്ള പരീക്ഷകളെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഉദ്യോഗാർത്ഥിയുടെയും ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കൃത്യമായും വ്യക്തമായും സിലബസ് തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം. സിലബസ് നന്നായി അറിയുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തൻ്റെ പഠന വിഷയങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു വലിയ ധാരണ ഉണ്ടാകും. ആ ധാരണയിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.
അപ്പം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസ് എന്നത് തന്നെയാണ്. സിലബസ് പഠിക്കുക. എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്, ഞാൻ തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. സിലബസ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നതാണ് മുൻകാല ചോദ്യങ്ങൾ. മുൻകാല ചോദ്യങ്ങൾ നന്നായി വായിച്ചു മനസ്സിലാക്കണം. ചോദ്യങ്ങൾ വരുന്ന രീതി, ചോദ്യങ്ങൾ ഏതൊക്കെ മേഖലയിൽ നിന്ന് വരുന്നു, എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അതായത് ഈ പറയുന്ന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റ്സ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വലിയ തീരുമാനത്തോടു കൂടി കടന്നു വന്നിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യത്തെ പടി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യമാണ് സിലബസും മുൻകാല ചോദ്യങ്ങളും മനസ്സിലാക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും സോളിഡായിട്ട് കിട്ടുന്ന നമ്മളുടെ പഠനായുധം നമ്മുടെ പുസ്തകങ്ങളാണ്, അല്ലെ? പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്നാണ് എന്നുള്ളത് വളരെ നന്നായി അറിയണം. അതിൽ ഉറപ്പായിട്ട് നമുക്കറിയാം, നമ്മൾ ഒരു കാരണവശാലും വിട്ടുകൂടാത്ത ഒരു പുസ്തകം എന്ന് പറയുന്നത് നമ്മുടെ SCRT പുസ്തകങ്ങളാണ്, അല്ലെ? SCRT പുസ്തകങ്ങൾ നല്ല അവബോധം ഉണ്ടാവണം. എസ്പെഷ്യലി LGS പരീക്ഷകൾക്കൊക്കെ SCRTയെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഉറപ്പായും അതിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യനുകൾ സോർട്ട് ഔട്ട് ചെയ്ത് വരിക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടി ചെയ്തു കൊടുക്കാം, NCERT ചോദ്യങ്ങളും അല്ലെങ്കിൽ NCERT പുസ്തകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളും നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കി പോകാനായി ശ്രമിക്കാം. അപ്പോൾ SCRT NCERT എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റാങ്ക് ഫയലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾക്കായി ഉപയോഗിക്കാം. പക്ഷേ എന്തായാലും ആരെ വിട്ടുകളയാൻ പാടില്ല, SCRT NCERT പുസ്തകങ്ങളെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകളയാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളിൽ കൃത്യമായൊരു തീരുമാനമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ആരംഭിക്കാം. അപ്പോൾ LGSനെ സംബന്ധിച്ചോളം നമുക്ക് LGSൽ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പൊതുവിജ്ഞാനമാണ്. 40 മാർക്കിനാണ് നമുക്ക് GK ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വരുന്നത്. പൊതുവിജ്ഞാനം 40 മാർക്കാണ്. അത് കഴിഞ്ഞാൽ ആനുകാലിക വിഷയങ്ങളാണ്. 20 മാർക്കിന് ആനുകാലിക വിഷയങ്ങൾ വരുന്നുണ്ട്. അതുപോലെ സയൻസ് 10 മാർക്കിനും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗം 10 മാർക്കിനും, അത് രണ്ടും കൂടി 20 മാർക്കിന് നമുക്ക്, സയൻസും പൊതുജനാരോഗ്യം കൂടി നമുക്ക് 20 മാർക്കിന് അത് തന്നെ വരുന്നുണ്ട്. ബാക്കി ലഘുഗണിതം, മാനസിക ശേഷി, നിരീക്ഷണ പാഠവം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 20 മാർക്ക്. അതായത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗം 20 മാർക്ക്. ഇത്രയും മാത്രമേ നമുക്ക് LGSൽ പഠിക്കാനായിട്ടുള്ളൂ. അതായത് പ്രധാനമായും 5 മേജർ ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗം എടുക്കാം. ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗം എടുത്താൽ, പൊതുവിജ്ഞാനത്തിൽ നോക്കിയാൽ 40 മാർക്കാണ് പൊതുവിജ്ഞാനത്തിൽ നിന്നും വരുന്നത്. 40 മാർക്ക്. നമുക്കൊക്കെ എപ്പോഴും കൺഫ്യൂഷനുള്ള, പഠിക്കാൻ പാടുള്ള, എങ്ങനെ പഠിക്കണമെന്ന് അറിയാത്ത, ആകപ്പാടെ ഒരു കൺഫ്യൂഷനുള്ള ഒരു ഭാഗമാണ് ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗം. നോക്കി, പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും നമ്മൾ നോക്കിയാൽ നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെ പഠിക്കാനുണ്ട്? പൊതുവിജ്ഞാനത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? പൊതുവിജ്ഞാനത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ള വിഷയങ്ങൾ എന്തൊക്കെ ഉണ്ടാവും? പൊതുവിജ്ഞാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ചരിത്രമാണ്, അല്ലെ? ചരിത്രം, ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രമാണ്. ഭൗമശാസ്ത്രം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം, അല്ലെ? ഭൗമശാസ്ത്രം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രമാണ് നമുക്ക് പിന്നീട് വരുന്നൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഭരണഘടനാ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ, അല്ലെ? ഭരണഘടനാ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. ഭരണഘടനാ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ LGSലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന ഒന്നാണ് ഈ പറയുന്ന കലാ, സാംസ്കാരിക, സാങ്കേതിക മേഖല, അങ്ങനെയുള്ള കാര്യങ്ങൾ. കല, സാംസ്കാരിക, സാഹിത്യ അങ്ങനെയുള്ള മേഖലകൾ എക്സെട്ര. ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്, അല്ലെ? അപ്പോൾ പ്രധാനമായി നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ്
കലാ സംസ്കാരം ആർട്ട് ആൻഡ് കൾച്ചർ മേഖലയിൽ നിന്നുമുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കൂടുതലായി വന്നു കാണാറുള്ള എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവിജ്ഞാനത്തെ നമുക്ക് ഇങ്ങനെ തിരിക്കാം. അപ്പൊ ഈ പറയുന്നത് 4 പേരെ ഉള്ളെങ്കിലും ഈ 4 പേരും ചെറിയ ആൾക്കാരൊന്നുമല്ല. പക്ഷെ LGS സംബന്ധിച്ചുള്ള ഇവർ കുറച്ച് ചെറുതാണ്. കാര്യം നമുക്ക് വിശാലമായിട്ട് അങ്ങ് പഠിക്കാനായിട്ടൊന്നും ഇല്ല എല്ലാ ചാപ്റ്ററുകളിൽ എടുത്താലും. അപ്പൊ ഇനി ഇത് അറിയേണ്ടത്, ഇതിൽ നിന്നും ഈ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് 40 മാർക്കിനല്ലേ സാറേ ചോദ്യങ്ങളുള്ളത്. അപ്പൊ ഇതിൽ നിന്നും ഈ 40 മാർക്ക് നമുക്ക് എങ്ങനെ തരംതിരിച്ചെടുക്കാം, ഏതിനൊക്കെ ഞാൻ പ്രാധാന്യം കൊടുക്കണം എന്ന് ചോദിച്ചാൽ, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായും ഹിസ്റ്ററി ടോപ്പിക്കുകളിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മളൊരു സാധാരണ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒന്നാമത് പഠിക്കാനുള്ളത് ഇന്ത്യൻ ചരിത്രമാണ്, അല്ലേ? ഇന്ത്യൻ ചരിത്രം ഉണ്ടാവും. രണ്ടാമതായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നൊരു ഭാഗമുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വരുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നൊരു ഭാഗം PSCക്ക് ഇഷ്ടമാണ് ആ ഭാഗം. ഓക്കെ, അതേപോലെ തന്നെ കേരള ചരിത്രം. അതിനകത്ത് കേരള ചരിത്രം എന്ന് പറയുമ്പോൾ കേരള ചരിത്രവും അതേപോലെ അതിനകത്ത് നവോത്ഥാനവും വരും. LGSനെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ LGSനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സോളിഡായിട്ട് നിൽക്കുന്നത് ഇന്ത്യൻ ചരിത്രം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, കേരളം, അതേപോലെ നവോത്ഥാന നായകന്മാർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചരിത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് വരാറുള്ളത്. അതിൽ നോക്കിയാൽ ഇന്ത്യൻ ചരിത്രം നമുക്ക് വരുന്നത് 5 മാർക്കിനാണ്. ഇന്ത്യൻ ചരിത്രം 5 മാർക്കിന് വരും. അതേ സ്ഥാനത്ത് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയും നമുക്ക് 5 മാർക്കിന് വരും. കേരള ചരിത്രം, കേരള ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നവോത്ഥാനം തുടങ്ങിയവയുമായി നമുക്ക് 5 മാർക്കിന് വരും. അതായത് ടോട്ടൽ ഹിസ്റ്ററി മാത്രം 15 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. 15 മാർക്കാണ് ഹിസ്റ്ററിക്ക് ചോദ്യമായി വരുന്നത്. 15 മാർക്കിന്റെ ചോദ്യങ്ങൾ വരും എവിടെ? LGS പരീക്ഷയ്ക്ക്. അപ്പൊ ഇന്ത്യൻ ചരിത്രത്തിൽ 5 മാർക്ക് ഇന്ത്യൻ ചരിത്രം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 5 മാർക്ക്, അതായത് ഇന്ത്യൻ ചരിത്രം ടോട്ടലി തന്നെ 10 മാർക്ക്, പിന്നെ കേരളവും കേരള നവോത്ഥാനവും നവോത്ഥാന നായകന്മാരെ തുടങ്ങിയ കാര്യങ്ങൾ 5 മാർക്കിനും ചേർത്ത് 15 മാർക്കിനാണ് നമുക്ക് ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ കണ്ടുവരാറുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ജിയോഗ്രഫിയാണ്, അല്ലേ? ജിയോഗ്രഫിയിൽ നമ്മൾ നോക്കിയാൽ ജിയോഗ്രഫിയിൽ നമുക്ക് പ്രധാനമായും വരാനുള്ളത് ഇപ്പോൾ LGSനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജിയോഗ്രഫിയും വരാനുണ്ട്, കേരള ജിയോഗ്രഫിയും വരാനുണ്ട്. ഓക്കെ, ഇന്ത്യൻ ജിയോഗ്രഫിയും വരാറുണ്ട്, കേരള ജിയോഗ്രഫിയും വരാറുണ്ട്. ഇന്ത്യൻ ഭൂമിശാസ്ത്രവും കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും വരാറുണ്ട്. അതിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഇവിടെ LGSനെ സംബന്ധിച്ചിടത്തോളം 5 മാർക്കും, കേരള ഭൂമിശാസ്ത്രം LGSനെ സംബന്ധിച്ചിടത്തോളം 10 മാർക്കുമാണ് വരുന്നത്. അതായത് ടോട്ടൽ 15 മാർക്ക് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗം. അതായത് നിങ്ങൾ നോക്കിയേ, ടോട്ടൽ നമുക്ക് എത്ര മാർക്കാണുള്ളത്? 40 മാർക്കാണ്. അതിൽ 30 മാർക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും കൊണ്ട് തന്നെ തീർന്നു. അതായത് LGS പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ 2 വിഷയങ്ങൾ, പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ഈ 2 വിഷയങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ പാടില്ലാത്ത വിഷയങ്ങളാണ്, ചരിത്രവും ഭൂമിശാസ്ത്രവും. അതുപോലെ ഭരണഘടനയിലേക്ക് വരുന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വരുന്നത് 5 മാർക്കിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരാറുള്ളത്. 5 മാർക്കിന് കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ കലാ സാംസ്കാരികം അങ്ങനെയുള്ള എല്ലാ ഫാക്ടറും കൂടി ചേർന്ന് നമുക്ക് 5 മാർക്കിനും വരും. അങ്ങനെ ടോട്ടൽ നമ്മൾ 40 മാർക്കിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ്. പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തായാലും ഏതൊക്കെ വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചരിത്ര വിഷയവും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഭൂമിശാസ്ത്രവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചരിത്രം, ഭൂമിശാസ്ത്രം എന്നിവ ഹോട്ട് ടോപ്പിക്കുകളാണെന്ന് പറയേണ്ടി വരും. കാര്യം 40 മൊത്തത്തിലുള്ള പൊതുവിജ്ഞാനത്തിൽ 30 ചോദ്യങ്ങൾ ഏതിൽ നിന്നും വരുന്നു? ചരിത്രത്തിൽ നിന്നും ഭൂമിശാസ്ത്രത്തിൽ നിന്നും വരുന്നു. അതായത് 15 മാർക്ക് വീതം ഓരോന്നിൽ നിന്നും വന്ന് 30 മാർക്ക് ചരിത്രവും ഭൂമിശാസ്ത്രവും തന്നെ LGSലുണ്ട്. പിന്നെ ഭരണഘടന 5 മാർക്കും, കലാ സാംസ്കാരികം, സാമൂഹികം, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ നിന്നും 5 മാർക്കിനും വന്നു. അപ്പോൾ ടോട്ടൽ 40 മാർക്ക് പൊതുവിജ്ഞാനമായി. പിന്നെ നമ്മൾ സിലബസിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആനുകാലിക വിഷയങ്ങളാണ്. അത് നമുക്കൊരിക്കലും സ്പെസിഫിക്കലി എടുത്തു പറയാൻ പറ്റില്ല. എന്നാൽ ഒരു വർഷത്തിന് മുമ്പ് വരെയോ അല്ലെങ്കിൽ 2 വർഷത്തിനകത്തോ ഉണ്ടായിരിക്കുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള എല്ലാ ഇൻസിഡന്റുകളും നമുക്ക് പഠിക്കണം.
ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അവാർഡുകൾ, കായിക ഇനങ്ങൾ, കായിക അച്ചീവ്മെൻറ്റുകൾ, സാംസ്കാരിക മേഖലയും കലാമേഖലയും ഭരണപരമായ മേഖലയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തിരിക്കണം. കാര്യം മാർക്ക് എന്ന് പറയുന്നത് 20 മാർക്ക് കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു ഹോട്ട് ടോപ്പിക്കാണ്. പക്ഷേ ഒരു റിസ്കി ഹോട്ട് ടോപ്പിക്കാണ് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. കാര്യം എന്ത് വരും എങ്ങനെ വരുമെന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളൊരു ലോങ് ടൈം ആയിട്ട് കോച്ചിങ് എടുക്കാനാണ്, ആദ്യമായിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, തുടക്കം മുതലേ പതിയെ അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ഇത് അപ്ഡേറ്റ് ആയിക്കോളും. എല്ലാ ദിവസവും കുറച്ചായിട്ട് നമുക്ക് നോക്കാവുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോകത്തിൽ നടന്നുള്ള സുപ്രധാനമായ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് വരിക. ഇനി അടുത്തത് നോക്കിക്കേ, സയൻസും പൊതുജനാരോഗ്യവും. ഇതാണ് പിന്നെ വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത്. പഠിക്കേണ്ട ഭാഗമാണ്. എന്തായാലും ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്ന, ചോദ്യങ്ങൾ വരാവുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയുന്ന സയൻസും പൊതുജനാരോഗ്യവും. എന്താണ് സയൻസും എന്താണ് പൊതുജനാരോഗ്യം എന്ന് നമുക്ക് നോക്കാം. സയൻസിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ, ഈ സയൻസ് വിഷയത്തിലേക്ക് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനകത്ത് പ്രധാനമായും ഫിസിക്സ് ഉണ്ട്, അല്ലേ? ഫിസിക്സ് ഉണ്ട്, അതേപോലെ തന്നെ കെമിസ്ട്രി ഉണ്ട്. ഫിസിക്സ് ഉണ്ട്, അതേപോലെ തന്നെ കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ ബയോളജിയുമുണ്ട്. അതല്ലേ സയൻസ്, അല്ലേ? ഇത് മൂന്നും വരും, ആണല്ലോ. ഇത് മൂന്നും അതിൽ വരും. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി എന്നീ പറയുന്ന ഈ 2 സബ്ജക്റ്റും കൂടി LGSന് പൊതുവെ പറയുന്നത് 5 മാർക്ക് ആണ് വരുന്നത്. 5 മാർക്ക്, രണ്ടിനും കൂടി 5 മാർക്ക്. ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടി 5 മാർക്കും. ഈ ബയോളജി എന്ന് പറയുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, അയാൾക്ക് 5 മാർക്ക്. ഓക്കെ, അയാൾക്ക് 5 മാർക്ക്. ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടി 5 മാർക്കും ബയോളജിക്കും കൂടി 5 മാർക്ക്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ മാത്രമായി 10 മാർക്കിന് വരുന്നു. അതായത് ഫിസിക്സും കെമിസ്ട്രിയും കൂടി 5 മാർക്ക്, അതുപോലെ ബയോളജിയും 5 മാർക്കാണ് വരുന്നത്. അങ്ങനെ നമുക്ക് സയൻസ് വിഷയങ്ങളെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഈ സയൻസിൽ ഫിസിക്സിലും കെമിസ്ട്രിയിലും അതേപോലെ തന്നെ ബയോളജിയിലുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ സയൻസിൽ ഉള്ളതെന്ന് ചോദിച്ചാൽ നോക്കൂ. ഇപ്പോൾ ബയോളജി എടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവുകൾ, ജീവകങ്ങളും അതുകൊണ്ടുള്ള അപര്യാപ്ത രോഗങ്ങളും, കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകൾ എന്തൊക്കെ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം എന്നാൽ എന്ത്, പരിസ്ഥിതിയും പരിസ്ഥിതിക പ്രശ്നങ്ങളും തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നുള്ളതാണ് ജീവശാസ്ത്രത്തിൽ വരുന്നത്. ഭൗതിക ശാസ്ത്രം, അതുപോലെ തന്നെ രസതന്ത്രം, ഇവയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 5 മാർക്കാണ്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവരുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ്, ദ്രവ്യവും പിണ്ഡവും എന്താണ്, പ്രവൃത്തിയും ഊർജവും എന്താണ്, ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും അതിന്റെ സവിശേഷതകളും. അങ്ങനെ കെമിസ്ട്രിയും ഫിസിക്സും കൂടി 5 മാർക്കിന് നമുക്ക് ഈ വിധത്തിലാണ് വരാറുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും, അപ്പോൾ പിന്നെ ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ബയോളജി അല്ലേ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും, അല്ലെ? ആക്ച്വലി ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് LGSനെ സംബന്ധിച്ചിടത്തോളം, പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് LGSനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നല്ല ടോപ്പിക്കാട്ടോ. കാര്യം ഇദ്ദേഹം മാത്രമായിട്ട് 10 മാർക്കിന് വരും. ഇദ്ദേഹം മാത്രമായിട്ടാണ് 10 മാർക്കിന് വരുന്നത് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. അതായത് എന്താണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ നോക്കൂ, സാംക്രമിക രോഗങ്ങളും അതിൻ്റെ രോഗകാരികളും. ബയോളജിയായിട്ട് നമുക്ക് കുറേ അധികം എന്ത് ചെയ്യാം, റിലേറ്റ് ചെയ്യാം. അതുപോലെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനങ്ങൾ എന്തൊക്കെയാണ്, ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയുണ്ട്, കേരളത്തിൽ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്തൊക്കെയാണ്, അത് നടപ്പിലാക്കിയത് എന്താണ്, ആരാണ് നടപ്പിലാക്കിയത്, ഏത് മന്ത്രിസഭയാണ്, ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. അതായത് കറണ്ട് അഫയേഴ്സും സയൻസുമായിട്ടും ഒക്കെ വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. ഒപ്പം സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പനി എന്ന് പറയുന്നത്, അല്ലെ, നിരവധി പനി, ഷിഗല്ല, നിപ്പ, അല്ലെ, കോവിഡ്, ഇങ്ങനെ കുറേ രോഗങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള രോഗങ്ങളുടെ അപ്ഡേഷനുകളും അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകളും അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും ഒക്കെ തന്നെ ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് അപ്ഡേറ്റ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. ഈ പൊതുജനാരോഗ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മളുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നത്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, അതിനകത്ത് ലഘുഗണിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ അടിസ്ഥാന ക്രിയകൾ ചെയ്യുക, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യ, ദശാംശ സംഖ്യ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭം നഷ്ടം, സമയവും ദൂരവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഘുഗണിതത്തിലും. മാനസിക ശേഷിയിൽ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ,
ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് വരുന്നത്. അതായത് ഈ മാത്സ് എന്ന് പറയുന്നതിൽ ലഘുഗണിതം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് 10 മാർക്കും അതുപോലെ മാനസിക ശേഷി തുടങ്ങിയ ഭാഗത്ത് നിന്ന് 10 മാർക്ക്, അതായത് ടോട്ടൽ അവർ രണ്ടുപേരും കൂടി 20 മാർക്കിനും വരുന്നുണ്ട്. അപ്പോൾ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നമുക്ക് എന്താണ് 20 മാർക്ക് നമുക്ക് ചുമ്മാ തെറ്റി. അപ്പോൾ എങ്ങനെ അടുത്ത് ചോദിക്കും, എങ്ങനെ ഇത് പഠിക്കും? ഉറപ്പായിട്ട് നമുക്ക് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി നല്ലൊരു ക്ലാസ്, നല്ലൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ക്ലാസ് കാണുന്നത് എന്തായാലും നല്ലതാണ്. ഒപ്പം മുൻകാല ചോദ്യങ്ങൾ പരമാവധി സംഘടിപ്പിച്ച് ചെയ്തു നോക്കുക എന്നുള്ളത് നല്ലൊരു മെത്തേഡാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി പഠിക്കാൻ. മുൻകാല ചോദ്യങ്ങൾ സംഘടിപ്പിക്കുക, അത് ചെയ്ത് പഠിക്കുക. മാക്സിമം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സാധനമാണ് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അത് നന്നായി പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും മുൻകാലത്തിലുണ്ടായിരിക്കുന്ന ചോദ്യങ്ങൾ എടുത്ത് വെച്ച് പഠിച്ച് ഓരോ അധ്യായങ്ങളായി പഠിച്ചു തീരുന്നതനുസരിച്ച് ഇങ്ങനെ PYQs ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ടേയിരിക്കുക. മാക്സിമം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 20 മാർക്ക് നമുക്ക് അടിച്ചിടാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് മാത്സ് ആൻഡ് മെന്റൽ. 20 മാർക്ക് നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ എളുപ്പമായിട്ട് വരുന്ന, എന്നാൽ എളുപ്പം പഠിക്കാൻ പറ്റുന്ന, എന്നാൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മാത്സ് ആൻഡ് മെന്റൽ. 20 മാർക്ക് അടിച്ചിടാൻ പറ്റും. 20 മാർക്ക് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ LGSന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഭാഗം വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പൊ നമുക്ക് തന്നെ എപ്പോഴും മറന്നു പോകുന്ന, നമുക്ക് മനസ്സിലാകാത്തൊരു ഭാഗം എന്ന് പറയുന്നതാണ് എപ്പോഴും ഈ പറയുന്നത് പോലെ നമ്മുടെ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ഭാഗത്തിൽ ചരിത്രത്തിൽ LGSനെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ LGSൽ ചരിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണ് മെയിൻ ടോപ്പിക്. അതിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് 5 മാർക്കിന് വരുന്നത്. ഇന്ത്യൻ ചരിത്രത്തിന്റെ ദേശീയ പ്രസ്ഥാന കാലഘട്ടം, അതായത് ഒരു 1857 മുതൽ 1947 വരെയുള്ള ഒരുവിധം സംഭവങ്ങളെല്ലാം പഠിക്കാമെങ്കിൽ ആ 5 മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ നോക്കി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, അതിൽ യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കിടക്കുന്നുണ്ട്. അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് നമുക്ക് ഇന്ത്യ വിഭജനം, നാട്ടുരാജ്യങ്ങൾ എങ്ങനെ ഇന്ത്യൻ യൂണിയനിലേക്ക് വന്നു, സംസ്ഥാനങ്ങൾ എങ്ങനെ ഉണ്ടായി, ആദ്യമുണ്ടായ സംസ്ഥാനങ്ങൾ ആരാണ് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത്, എങ്ങനെയാണ് ഉണ്ടായത്, അതിനുശേഷം എങ്ങനെയൊരു ഭരണഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളും പോയി, അതിൽ നിന്നുമുണ്ടായ മന്ത്രിസഭകൾ ഏതൊക്കെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നീട് ഇന്ത്യയും അയൽ രാജ്യങ്ങളുമായി നടന്ന യുദ്ധങ്ങൾ, ഇന്ത്യ പാക് യുദ്ധം, കാർഗിൽ യുദ്ധം, അങ്ങനെയുള്ള നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കരാറുകൾ ഉണ്ടായിട്ടുണ്ട്, ഷിംല കരാർ പോലെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ആ ചാപ്റ്ററിലാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി തീർന്നു എന്ന് കരുതരുത്. നമ്മളെ സിലബസിന്റെ കുറച്ചും കൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകർ എന്ന് പറയുന്ന 10 മാർക്കും വരുന്നുണ്ട്. അപ്പോ ഞാനൊരു ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയെ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സിലബസ് വെച്ച് നോക്കിയാൽ അതിലെ ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, 1 1857 കലാപം, 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന കലാപം. രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 4ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും എന്ന ഭാഗമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും. നോക്കിയേ, ഏതൊരു പരീക്ഷ എടുത്താലും ഇവന്മാരെ വിട്ടുള്ള ഒറ്റ കളിയുമില്ല. ഇതാ ഈ 4 ആൾക്കാരെ, 1857 കലാപം, അതുപോലെ തന്നെ INC രൂപീകരണം, സ്വദേശി പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതായത് 1857 കലാപം മുതൽ INC വരെയുള്ള പോയിന്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ്സിൽ നോക്കൂ, 1857 മുതൽ 1885 വരെയുള്ള സാമൂഹിക സാഹചര്യങ്ങൾ നമുക്ക് കിട്ടും. കാരണം 1885 എന്തുണ്ടായി? INC ഉണ്ടായി. പിന്നീട് ഈ INC രൂപപ്പെടുന്നതോടുകൂടി ദേശീയ പ്രസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി, അല്ലെ? ഇപ്പൊ നമ്മൾ പറയാറുണ്ട് മിതവാദി കാലഘട്ടമുണ്ട്, തീവ്ര ദേശീയ കാലഘട്ടമുണ്ട്, ഗാന്ധിയൻ കാലഘട്ടമുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ?
ഈ വിധത്തിൽ നമ്മൾ പറയാറുണ്ട്. ഇതിൽ മിതവാദി കാലഘട്ടം എന്ന് പറഞ്ഞാൽ INC രൂപീകരിക്കപ്പെട്ട 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടമാണ്. 1905 എന്ത് തുടങ്ങി? സ്വദേശി പ്രസ്ഥാനം തുടങ്ങി. 1905 സ്വദേശി പ്രസ്ഥാനം, അതായത് ഇന്ത്യയുടെ തീവ്ര ദേശീയ കാലഘട്ടവും അവിടെ ആരംഭിച്ചു 1905. അത് നീണ്ട് 1919 വരെയുള്ള ഇൻസിഡന്റുകളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞോ 1919 തുടങ്ങി 1947 വരെയുള്ള സംഭവങ്ങളിൽ നമ്മൾ ആരെയും പഠിക്കുന്നു? ഗാന്ധിയൻ കാലഘട്ടവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും. സിമ്പിളാണ്. എല്ലാ കാര്യങ്ങളും തമ്മിൽ ഒരു കഥാഗതിയോടുകൂടി പഠിച്ചാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്നൊരു കാര്യമാണ് ഇന്ത്യൻ ചരിത്രം. അപ്പോൾ സോളിഡായിട്ട് എൻ്റെ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇത് ഈ പറയുന്ന 4 ആൾക്കാരാണ്. ഇവരെ ബന്ധിപ്പിച്ചും ഇൻ ബിറ്റ്വീൻ, അതായത് ഇവർക്കിടയിലുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് കൂടുതലായി പരീക്ഷകളിൽ വന്നു കാണുന്നത്. ഈ വിധത്തിൽ ഓരോ വിഷയങ്ങളെയും എന്ത് ചെയ്യുക? ഹോട്ട് ടോപ്പിക്കിനെ വെച്ചിട്ട് അതിനിടയിലുള്ള കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ സിലബസ് കവർ ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. നമ്മൾ സൈലത്തിൻ്റെ എല്ലാ ക്ലാസ്സുകളും സാധാരണഗതിയിൽ കൊടുക്കാറുള്ളതും നമ്മുടെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നമുക്ക് കിട്ടാറുള്ള റിപ്ലൈകളും എല്ലാം അങ്ങനെയാണ്. നമ്മൾ എവിടെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാരി വലിച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. സിലബസിനെ തമ്മിൽ ബന്ധിപ്പിച്ച് അടിപൊളിയായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കി പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ സാധനമാണ്. അപ്പോൾ അങ്ങനെ തന്നെ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഓരോ വിഷയത്തിൽ ഇപ്പം ഞാൻ ഹിസ്റ്ററി മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, കാരണം ഞാൻ ഹിസ്റ്ററി ഫാക്കൾട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഹിസ്റ്ററിയാണ് ഇവിടെ പറഞ്ഞത്. ഇതേപോലെയാണ് നമ്മുടെ ഓരോ ഫാക്കൾട്ടീസും നിങ്ങൾക്ക് ക്ലാസ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമാകും. അപ്പോൾ ആ രീതിയിൽ പഠിച്ച് ഇനി വരാൻ പോകുന്ന നമ്മുടെ LGS പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു നോട്ടിഫിക്കേഷനാണ്. ഒരുപാട് റിക്രൂട്ട്മെന്റുകൾ നടക്കാൻ സാധ്യതയുള്ള നോട്ടിഫിക്കേഷനാണ് നമ്മുടെ പുതിയ വേരിയസ് LGSന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സൈലത്തിൽ തന്നെ നമ്മൾ ഈ വരുന്ന 29-ാം തീയതി ജൂൺ 29-ന് നമ്മുടെ LGSന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1699 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം വരെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലൈവ് കം റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ വരുന്ന 29 ജൂണിന് 2026 നമ്മുടെ വേരിയസ് LGSന്റെ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 1699 രൂപ. ഓക്കെ, ഇത്രയും ഒരു ചെറിയ ഫീസിൽ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് കുറയില്ല. ഗംഭീരമായി തന്നെ നിങ്ങളുടെ ഫുൾ സിലബസും പഠിക്കാമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിനോടകം തന്നെ അത് സൈലം പ്രൂവ് ചെയ്തതാണ്. നിങ്ങൾ തന്നെ കണ്ടതുണ്ടാവും. നമ്മുടെ പഴയ LGSന്റെ റിസൾട്ടുകളും LDCയുടെ റിസൾട്ടുകളും ഒക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത LGSും ഇതേപോലെ തന്നെ പിടിക്കണം. അപ്പോൾ നമുക്ക് കട്ടയ്ക്ക് പഠിക്കുക തന്നെ വേണം. കട്ടയ്ക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കട്ടയ്ക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നോ നമുക്ക് ഫുൾ സിലബസും ഇതുപോലെ അടിച്ച് പൊളിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഈ പരീക്ഷയെ പറ്റി അറിയേണ്ട കുറച്ച് കാര്യമാണ് ഈ സിലബസ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് ഞാൻ ഇന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ധാരണയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു നല്ല കോച്ചിങ് ആണ്. നല്ലൊരു കോച്ചിങ് എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ സൈലത്തിലുണ്ട്. ചെറിയ ഫീസിൽ ഗംഭീരമായ ബാച്ചുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ നമ്മുടെ ഒരു ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. 999-5. ഓക്കെ, 9995-100-800 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് വിവരങ്ങൾ ലഭിക്കും. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനും. അപ്പോൾ അധിക ദിവസമൊന്നും നമുക്കിനി ഇല്ല. നമുക്ക് വളരെ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് എടുക്കേണ്ട തീരുമാനമാണ്. 29-ന് തന്നെ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നേരെ പോന്നോളി, നമുക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാം. താങ്ക്